അപ്പോൾ ഇന്ന് അത്തച്ചമയം കാണാനായിട്ട് തൃപ്പൂണിത്തുറ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് പോകുന്നേക്കാണ്. അപ്പോൾ ചാൾസേട്ടനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ 2 ദിവസത്തിന് പോകുന്നു. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയും കൂടി ഇതിനോടൊപ്പം ഒന്ന് കയറി കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയുള്ള ചില വീഡിയോകൾ വരുമ്പോഴാണ് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ കയറി കാണും. ചെറിയ ചാനലാണല്ലോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റുകളൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉദ്ഘാടന കർമ്മം എല്ലാം കഴിഞ്ഞ് 10 മണിയോടുകൂടി ഘോഷയാത്ര ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഈ വിശിഷ്ടാതിഥികളായിട്ടുണ്ടായിരുന്ന ജയറാം പിഷാരടി, പിന്നെ നമ്മുടെ മന്ത്രി പി രാജീവ്, MP രാജേഷ് മന്ത്രി, അതുപോലെ പിന്നെ പ്രശസ്തരും അപ്രശസ്തരുമൊക്കെ ആയിട്ടുള്ള ധാരാളം സാമൂഹ്യ മത നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ അങ്ങനെ ഘോഷയാത്രയുടെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് ആരംഭിച്ചു. അപ്പോൾ പതിവിലും വിപരീതമായിട്ടൊക്കെ ധാരാളം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് എല്ലായിടത്തും ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങളത് ഈ ഉദ്ഘാടന കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മാറി പോയി നിന്നിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്തത്. മലയാളി മനസ്സിന്റെ അകത്തളങ്ങളിൽ 1000 വർണ്ണപ്പൂക്കളം തീർത്തുകൊണ്ട് വീണ്ടും ഒരു ഓണമെത്തുകയായി. യുഗാന്തരങ്ങൾക്കുമപ്പുറത്ത് പറഞ്ഞ വാക്കു പാലിക്കുവാൻ തന്റെ ശിരസ് പിരിഞ്ഞു കൊടുത്ത മഹാനുഭാവനായ മഹാബലി തമ്പുരാന് നാടും നഗരവും സ്വീകരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി തമ്പുരാനെ സ്വീകരിക്കുന്നു ഒരുമയുടെ നാടായ തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ നഗരസഭ സംഘടിപ്പിച്ചിരിക്കുന്ന വർണ്ണോജ്വലമായ അത്തം ഘോഷയാത്ര ഇതായി വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പഴമയുടെ പെരുമ അറിയിച്ചുകൊണ്ട് ചെമ്പിലരയന്റെയും നേതൃത്വങ്ങളുടെയും കരിനാച്ചറ കത്തനാരുടെയും പിൻതലമുറക്കാർ അണിനിരക്കുന്ന വർണ്ണോജ്വലമായ അത്തം ഘോഷയാത്ര ഇതാ വാദ്യമേള താള ലയ വിന്യാസത്തിന്റെ കമ്പനിയോടുകൂടി ചെണ്ടമേളത്തിന്റെയും തമ്പമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും കരകാട്ടത്തിന്റെയും അമ്മക്കുടത്തിന്റെയും കാവടികളുടെയും കഥകളികളുടെയും അകമ്പടിയോടുകൂടി പ്രകടഗംഭീരമാർന്ന രീതിയിൽ വാദ്യമേള താളലയ വിന്യാസം ഒരുക്കിക്കൊണ്ട് അവിടെ നിന്നിട്ടുള്ള ആദ്യ നിരകളിലെല്ലാം തന്നെ മലയാളി മംഗമാരും അതുപോലെ തന്നെ പിന്നെ ബാൻഡ് മേളം അതുപോലെ മറ്റുള്ള പല വാദ്യോപകരണങ്ങളുടെയും ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് ഘോഷയാത്രയിലെ പല വിഭാഗങ്ങളിലുള്ളവർ അണിനിരന്നു. അപ്പോൾ അതൊക്കെ നല്ല കണ്ണിന് തുറന്നുള്ള ഒരു കാഴ്ച
ഇല്ലല്ല അങ്ങനെ വേറെന്ത് പറയുക അത് ഇല്ലല്ല ആ കോളേജിൽ നമ്മുടെ വടക്കോട്ടുള്ളതാണ്
ഇത്രയും നേരം നമ്മൾ കണ്ടത് ആളുകളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ മറ്റ് കലാരൂപങ്ങളും അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇനി ടാബ്ലോകൾ ഇനിയാണ് തുടങ്ങുന്നത്. ടാബ്ലോകൾ വളരെ അധികം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എല്ലാം കൊണ്ടും കൂടുതലായിട്ട് ടാബ്ലോകളായാലും ഘോഷയാത്രയുടെ ഒരു ലെങ്ത് ആണെങ്കിലും അല്ലെങ്കിൽ ആളുകളുടെ സാന്നിധ്യമാണെങ്കിലും എല്ലാം കഴിഞ്ഞ തവണത്തേക്കാളും വളരെ അധികം ഉണ്ടായിരുന്നു കേട്ടോ ഈ തവണ. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കലാഭവൻ മണിയുടെ ഗാനമായ അമ്പലപ്പുഴ കടവിൽ വെച്ചെന്നുള്ള ഇതില്ലേ, അതായിരുന്നു കേട്ടോ ഇവിടെ അവർ പ്ലേ ചെയ്ത് ഇട്ടിരുന്നത് ഈ സമയത്ത്, ഇത് ഘോഷയാത്ര ചെയ്ത് പോകുന്ന സമയത്ത്. പക്ഷെ അത് നമുക്കത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ആണ് ഞാനത് കട്ട് ചെയ്ത് ഇട്ടത്. അതുപോലെ തന്നെ ഈ കാവടിയോടൊപ്പം തന്നെ ഇവിടെ ഈ ബാൻഡ് മേളത്തിൽ പ്ലേ ചെയ്തുകൊണ്ട് പോകുന്നത് രാമായണക്കാറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയദർശൻ മോഹൻലാൽ ടീമിൻ്റെ ചിത്രത്തിലെ ഗാനമാണ്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഞാൻ കട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. വീഡിയോ ഇന്ന് തന്നെ ഇടണം എന്നുള്ള രീതിയിൽ അത് വീട്ടിൽ ചെന്ന വഴി തന്നെ എഡിറ്റ് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കൊക്കെയാണ് എഡിറ്റ് ചെയ്ത് തീർന്നത്. അപ്പോൾ അത് എന്നാലാണല്ലോ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് വ്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രാവലിങ്ങിൻ്റേതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കയറി കാണാം. അതുപോലെ തന്നെ ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അതുപോലെ ലൈക്കുകളും കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ.
അതിഥികളായിട്ട് ടാബ്ലോകളിൽ നല്ല തീമുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ചിലതൊക്കെ ആവർത്തന വിരസതയുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാബ്ലോയാണ് കേട്ടോ ഈ വരുന്നത്. കാരണം ഇത് നമ്മുടെ ചൂരൽമലയുടെ പശ്ചാത്തലത്തിൽ അവർ ചെയ്തിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ അത് ആ ടോപ്പിൽ ഒരാളെ കയറി കിടക്കുന്നതൊക്കെ കണ്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതൊക്കെ വളരെയധികം ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫീലുള്ള ഒന്നായിരുന്നു. ഇതും കഴിഞ്ഞ ദിവസം ബന്ദിപ്പൂരിൽ ഉണ്ടായൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. നല്ലൊരു തീമാണ്. അപ്പോൾ 2025 അത്തച്ചമയത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. എന്നാലേ നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ്, നല്ല നല്ല കണ്ടൻറ്റുകളാണ്. നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കാണുകയും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ്, അതുപോലെ ലൈക്ക്, കമൻറ്റുകളൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.